നെസ്റ്റോ പോയ സ്റ്റോറിയാണ്. നിങ്ങൾ കരുതുണ്ടാവും എനിക്ക് നെസ്റ്റോ പോലെ തന്നെ പണിയുന്നു. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ഒരു പ്ലാനിങ്, നമുക്ക് നെസ്റ്റോ പോയി വന്നാലും. നമ്മുടെ ഫാമിലി ഒരുമിച്ച് പോകുമ്പോൾ വേറെ വൈബാണ്. നിന്റെ ഫാമിലിക്കാണെങ്കിൽ പ്രത്യേക സൂക്കടുണ്ട്. എപ്പോൾ തോന്നി അപ്പൊ പോകണം. അല്ലെങ്കിൽ ഇടും നമ്മൾ വീട്ടിൽ നിൽക്കുന്നത്, നമ്മൾ അടുക്കുന്നതിനൊക്കെ ഇറങ്ങേണ്ടത്. ഇതൊക്കെ എൻജോയ്മെന്റ്. ഉമ്മ എന്താ ചെയ്യണമെന്നല്ലേ, ഉമ്മക്ക് കാക്കാനെ കണ്ട പുലിവ. മോന് സേഫായി എത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ്. പിന്നെ അവിടെ എത്തിയ പാടെ ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലുള്ള. ഈ പാത്രത്തിനോട് ഉമ്മക്ക് പണ്ടേ ക്രഷാണ്. ചുളിവിലൂടെ ഉമ്മ കാക്കാരനെ സോപ്പിട്ട് നോക്കിയിട്ട് വാങ്ങിത്തരും പറഞ്ഞിട്ട് ആ കൈങ്ങോട്ട് പണ്ടേ ക്രഷ് ആയതുകൊണ്ട് കാക്ക അത് വാങ്ങി കൊടുത്തു. പിന്നെ കാക്കല്ലാണ്ട് ആരാ വാങ്ങി കൊടുക്കാൻ. ഇന്നാണ് എന്റെ മോനെ എന്റെ ഫേവറേറ്റ് സാധനം കണ്ണുപെട്ടത്. അത് എടുക്കലും കഴിഞ്ഞു, തിന്നലും കഴിഞ്ഞു. അവിടെ ഉള്ള സ്റ്റാഫിന് താത്താന്റെ ചെറിയ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി കാണും. കുറെ ടൈം അയാൾ കളിപ്പിച്ചു അതിന്. കുട്ടിയാണെങ്കിൽ അയാളടുന്ന് പോരുന്നില്ല. പിന്നെ നമ്മൾ പോയ കാര്യം ഇതിനാട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നത്തെ പ്ലാനിങ്ങിന് ഇതായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക, അത്രയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ ഫുഡ് കോർട്ട് തന്നെ ഇരുന്ന് കഴിച്ചു. വീട്ടിൽ പോയിരുന്ന് കഴിച്ച എത്ര രസം കിട്ടൂല. അങ്ങനെ ഫുഡ് കഴിക്കല് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ നോക്കി. കുറെ ടൈം അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. എന്നാലും എന്താ, നമ്മൾ കുറച്ച് സമയം എൻജോയ് ചെയ്തില്ലേ. അപ്പൊ ശരി എന്നാ.